ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു രസം ഉണ്ടാക്കിയാലോ. ഇൻസ്റ്റൻറ്റ് രസമാണ്. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഉലുവ പൊട്ടിക്കണം. എല്ലാ രസത്തിനും നമ്മൾ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുളക്, അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കേണ്ടതുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി തോലോട് കൂടിയത്, 2-3 ചെറിയ ഉള്ളി, 1-2 പച്ചമുളക്. ഇത്രയൊന്ന് വെറുതെ ഒന്ന് കുത്തി ചതച്ചെടുക്കുക. അരിഞ്ഞൊന്നും പോകണ്ട. അത് 2 ഉള്ളി ചതയാതെ കിടക്കുന്നു പോട്ടെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് കുത്തി ചതച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിനകത്തൊക്കെ ഇടുമ്പോൾ വെളുത്തുള്ളി കഴുകിയിട്ട് തോലോടുകൂടി ചതച്ചിടുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. തോല് കളയുമ്പോൾ വേറെ ടേസ്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഗിരാഞ്ചീസ് സ്പെഷ്യൽ രസപ്പൊടിയാണ്. ഇത് നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. കിട്ടാത്തവർ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ ചെയ്തു തരും. ഇതാണ് നമ്പർ 9388371944. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥാപനമാണ്. അപ്പം ഇതിനകത്ത് എല്ലാ ചേരുവകളുണ്ട്. വേറെ ഒന്ന് ഉപ്പൊഴികെ ബാക്കി എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. നമ്മുടെ കുരുമുളകും കായവും മല്ലി മുളകും ഉലുവയും ജീരകവും എല്ലാം. അപ്പോൾ പൊടി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 പേർക്കുള്ളൊരു രസമാണ് തയ്യാറാക്കുന്നത്. അവിടെ ഞാൻ ഒരു കവർ, അതായത് 100 ഗ്രാം രസപ്പൊടി മുഴുവനായി ചേർത്ത് കൊടുക്കുകയാണ്. വേറെ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെയോ കായത്തിൻ്റെയോ കുരുമുളകുടെയോ ഒരു ആവശ്യമില്ല. ഈ പൊടി മാത്രം മതി. ഇനി നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ തക്കാളി വേണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ പൊടികൾ മൂത്ത ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തിട്ട് പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പൊടികൾ മൂത്ത് കിട്ടത്തില്ല. ആ പൊടികൾ ചേർത്ത് ഒന്ന് മൂത്ത ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി കൂടി ഒന്ന് വാടി ഉടയുന്ന പരുവം അന്നേരം വേണം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളിക്ക് ആവശ്യത്തിന് പുളി ഉണ്ടാകും. ചില ആൾക്കാർക്ക് ആ പുളി മതിയാവും. ഇനി കരിപ്പുളി അലർജി ഉള്ളവരുണ്ട്. വാളംപുളി അലർജി ഉള്ളവർക്ക് ഈ തക്കാളി രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ല തക്കാളി വേണ്ടാത്തവർക്ക് പുളി പിഴിഞ്ഞ് അങ്ങനെയും, അപ്പോൾ പുളി കുറച്ച് കൂടുതൽ പിഴിയണം എന്ന് മാത്രം, അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ തക്കാളി നന്നിട്ട് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ. നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ഒന്ന് ഉടഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് വാളംപുളി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ വാളംപുളിയുടെ ആ വെള്ളം കൂടി ചെല്ലുമ്പോഴേക്കും തക്കാളി ഒന്ന് വെന്ത് ഉടയും. വെള്ളത്തിന് പകരം വാളംപുളിയുടെ വെള്ളം ആദ്യം ചേർക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് ഉടയും. അപ്പോൾ പുളി നോക്കി വേണം ചേർക്കാം കേട്ടോ. തക്കാളിയുടെ പുളിയുണ്ട്. പിന്നെ വാളംപുളി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പുളി കുറച്ച് പിഴിയുക. പിന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് വെട്ടിത്തിളച്ച ശേഷം പുളി കുറവാണെങ്കിൽ മാത്രം ബാക്കി പുളി ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കി പിന്നെ വേണ്ടി വരും. കാര്യം കുറച്ചൊരു വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടയും. തക്കാളിയൊക്കെ വെന്ത് ഉടയണം. ഇനി വെള്ളം ചേർത്തിട്ട് നല്ല വെട്ടി തിളപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ എസൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങത്തുള്ളൂ. അതിനകത്തുള്ള മല്ലിയുടെയും മുളകിൻ്റെയും കുരുമുളകിൻ്റെയും കായത്തിൻ്റെയും ജീരകവും ഉലുവയും എല്ലാത്തിൻ്റെ ആ സത്ത് ഇറങ്ങണമെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ഇറങ്ങണം. വെള്ളം തിളച്ച് ആ സത്ത് ഇറങ്ങണം. നന്നായിട്ട് കൊതിച്ച് തിളക്കട്ടെ. നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം മല്ലിയില ചേർക്കത്തില്ല. സാധാരണ എല്ലാവരും നല്ല രസം നല്ല വെട്ടി തിളച്ച ശേഷം മല്ലിയില ചേർക്കുക, തീ ഓഫ് ചെയ്യുക എന്നുള്ള പതിവിലാണ് നമ്മൾ കണ്ടുവരുന്നത്. മല്ലിയില രസം നമ്മൾ കുറച്ചുകൂടി മല്ലിയില ഇടാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പ് നോക്കുക, പുളി നോക്കുക, എന്തെങ്കിലും കുറവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊതുവേ ഇതിനകത്ത് കായവും കുരുമുളകൊക്കെ കറക്റ്റാകാനാണ് സാധ്യത. കാര്യം ഉപ്പിൻ്റെയും പുളിയുടെയും മാത്രം നമ്മൾ ക്രമീകരിച്ചാൽ മതിയാവും. അതാണ് നമ്മൾ ഗിരാഞ്ചീസ് സ്പെഷ്യൽ രസപ്പൊടിയുടെ പ്രത്യേകതയും. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 50 രൂപയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള കറിപ്പൗഡറുണ്ട്. സാമ്പാർ പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഒരു 10 പാക്കറ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആണ്. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.